മാജിക് ഹാൻഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാത്സിൻ്റെ എക്സാം 17-ാം തീയതിയല്ല നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ലേ? ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യണം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയൊരു 2 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 3 ഡേയ്സ് ഒക്കെ ഇനിയുള്ളൂ നമ്മൾ എക്സാമിലേക്ക് പോണതിന് മുൻപ്. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടെ എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ടാണ്. അത് ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. മാത്സ് എന്നുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിന്നുള്ള കണ്ടന്റ് മതി. നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ആൻസർ ചെയ്യുക, അതാ മെത്തേഡ്. അതായത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ട, അത് പഠിച്ചുകൊണ്ട് പോയി അതവിടെ കാണാപ്പാഠം എഴുതേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് പല മെത്തേഡ് യൂസ് ചെയ്യാം. പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്സ് ഒരു എളുപ്പ സബ്ജക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാ പാഠഭാഗത്തിനെ കുറിച്ചിട്ടും കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിവുണ്ടായിരിക്കണം. ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ഫ്രൈഡേ ആണ്. ഇനി 3 ഡേയ്സ് നമുക്ക് മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അല്ല, നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് നോക്കിയിട്ടുണ്ടായിരിക്കണം. ഈ 5 ചാപ്റ്റേഴ്സ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേജും എടുത്ത് നോക്കി അതിൻ്റെ കണ്ടന്റിലേക്ക് പോകല്ല. നമുക്കറിയാം, ഒരു വിഷയത്തിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക ഒരു 3 പേജിലൊക്കെ ആയിട്ടായിരിക്കും. അതായത് ഒരു സെക്ഷൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ആ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടായിരിക്കും ഒരു സെപ്പറേറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വർക്കൗട്ട് ചെയ്യാനുണ്ടാവില്ലേ. ആ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഓരോന്നിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിനെ കുറിച്ചിട്ട് എന്തൊക്കെ അറിയാം എന്നുള്ള രീതിയിലെത്തിട്ട് ഉണ്ടായിരിക്കും. ഇനി ഒന്നും അറിയില്ല, ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് മാത്സ് ഒന്നും അറിയില്ല, ഇത് ജയിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അവരൊന്നും പേടിക്കേണ്ട. ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സിലും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫുൾ മാർക്ക് വേണം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ, ഫുൾ മാർക്കല്ല, എല്ലാവർക്കും പറ്റും. ഈ ഒരു 3 ഡേയ്സ് കൃത്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും A+ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ആദ്യമായിട്ട് അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള പാഠഭാഗം, അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, കോർഡിനേറ്റ്സ്, പിന്നെ അതേപോലെ പോളിനോമിയൽസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് നോക്കേണ്ടത്. ഇന്നത്തെ ദിവസം ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കണം എന്ന് പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാപ്റ്റേഴ്സ് ഒന്നും അത്രയ്ക്ക് വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് അല്ല. അതേപോലെ തന്നെ കണ്ടന്റ് കുറച്ചാണ്. നമുക്ക് അതിനകത്തുള്ള ഇക്വേഷൻസ് പഠിക്കാനുള്ളതൊക്കെ കുറച്ചാണ്. കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് ആൻസേഴ്സിലെത്താം. അതേപോലെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബോറടിക്കാതെ, ഒരു കണ്ടന്റ് കഴിഞ്ഞ ശേഷം വേറെ ഒന്നിലേക്ക് കയറുന്നത് കൊണ്ട് തന്നെ ബോറടിക്കാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കറക്റ്റ് ഓർഡറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഒരു 3 ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ചാപ്റ്റേഴ്സാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 5 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഈ ലാസ്റ്റത്തെ 2 പോളിനോമിയൽസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ചാപ്റ്റേഴ്സൊക്കെ സത്യത്തിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സും എന്നാൽ എല്ലാ എക്സാമിനും പ്രാധാന്യമുള്ള ചാപ്റ്റേഴ്സും ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കുറച്ച് പേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്ര ബോറടി ഇല്ല. അത് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ഇത് എന്ത് ചെയ്യും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂളിലത്തെ നോട്ടോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററുകളിലെയോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റേഴ്സ് അടിച്ചു കൊടുക്കുക, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കുക ചെയ്യുക. ഇനി ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് എന്തായാലും നോക്കേണ്ടത്, നമുക്ക് നല്ല മാർക്ക് വേണം, നമ്മൾ ഒരു വിധമൊക്കെ അറിയാം എന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യാതെ നേരെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുക. അതിൽ നമുക്ക് കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ ചാപ്റ്റേഴ്സിലും കുറച്ചേ കാണുള്ളൂ. ചിലപ്പോൾ ആ പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും കാണും കേട്ടോ. ഇടയ്ക്കും എവിടെയെങ്കിലുമൊക്കെ കാണും. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രം ആ പാഠഭാഗത്തിൽ ഇനി എന്തൊക്കെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി നിന്നാൽ മതി. ഓക്കെ, ഒരു പാഠത്തിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അടുത്ത പാഠത്തിലേക്ക് കിടക്കുക. പിന്നെ ആ പാഠത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, എല്ലാ പാഠഭാഗത്തിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യുക, ഇനി ആ പാഠത്തിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാഠഭാഗത്തിൻ്റെ എന്ത് ചെയ്യുക, വീഡിയോസ് എന്തെങ്കിലും കണ്ടതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുക, അതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിലേക്ക് കിടക്കുക. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. ഇന്ന് 5 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ, അതായത് നമ്മുടെ സാറ്റർഡേയിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾസ്, ആ പാഠഭാഗം നോക്കിയിരിക്കണം. അതേപോലെ തന്നെ സർക്കിൾസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടാൻജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗം നോക്കണം. സോളിഡ്സ് നോക്കുക, ജോമെട്രി ആൻഡ് ഓൾജിബ്ര നോക്കുക.
ഓക്കെ. ടാൻജൻറ്റ്, സോളിഡ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര, അതേപോലെ തന്നെ സർക്കിൾസും ടാൻജൻസും ഒരേ സമയം നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കാരണം സർക്കിൾസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതേപോലെ ടാൻജൻറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഏത് പാഠഭാഗത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഡൗട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് രണ്ടും നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യവും, അതേപോലെ ഇതിൽ കുറേ കണ്ടന്റ് അതിൽ വരുന്നത് കാരണം നമുക്ക് കണ്ടിന്യൂസ് പഠനവും പറ്റും. അതേപോലെ ഡ്രോയിങ്, അതേപോലെ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. എന്ത് ചെയ്യുക, അതിൽ കുറച്ച് നമ്മുടെ ടാൻജൻറ്റ് എന്നുള്ള പാഠഭാഗം അറിയാമെന്നുള്ളവർക്ക് അറിയായിരിക്കും. അതിൽ കുറച്ച് എന്ത് ചെയ്യുക, നമുക്ക് വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പം നോക്കേണ്ടത് ടാൻജൻറ്റ്, സോളിഡ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സർക്കിൾസ് എന്നുള്ള പാഠഭാഗം എന്ത് ചെയ്യുക നോക്കുക. 4 പാഠഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9 ചാപ്റ്റേഴ്സ് ഇന്ന് നാളെയായിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് താമസിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 9 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു എന്ന് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി എന്നുള്ള ഒരു പാഠഭാഗമുണ്ട്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാഠഭാഗമുണ്ട്. ഓക്കെ. ഈ ട്രിഗണോമെട്രി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നുള്ളത് നമ്മൾ ഞായറാഴ്ച എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് മുമ്പ് എന്ത് ചെയ്യുക, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇത് സൺഡേയിലേക്ക് വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പാഠഭാഗങ്ങളെ പോലെയല്ല, നമുക്ക് കുറച്ച് എന്ത് ചെയ്യണം, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളത് സൺഡേയിലാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് എന്തായാലും അത് ഓർമ്മ നിൽക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മെത്തേഡ് യൂസ് ചെയ്യുക. ഉച്ചയ്ക്ക് മുമ്പ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാ ഇക്വേഷൻസും എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. വീണ്ടും സമയം എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ട് തന്നെ ഇനി എല്ലാ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ വേഗത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. എല്ലാ പാഠഭാഗത്തിൻ്റെ എക്സ്ട്രാ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നമ്മൾ പാഠഭാഗത്തിൻ്റെ കണ്ടന്റ് ഫുള്ളും കിട്ടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ ഫുൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുമ്പോഴത്തേന് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും അല്ലേ, 2 hours ആണ്, 230 hours ആണുള്ളത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, 80 മാർക്കിനാണ് പരീക്ഷ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പറ്റുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഇനി നോക്കിയേ, 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഇതിലെന്ത് ചെയ്യുക, 2 മാർക്കിനുള്ള 3 ക്വസ്റ്റ്യൻസാണ് തുടങ്ങിയിട്ടുള്ളത്. 2023 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, 3 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമ്മുടെ 2022 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 1 മാർക്കിൻ്റെ ആണെങ്കിലും 2 മാർക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ പാഠത്തിൻ്റെയും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള ഒരു അറിവുണ്ടായിരിക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അയ്യോ എനിക്കറിയില്ല എന്നുള്ള ഒരു രീതിയല്ല. എല്ലാ പാഠത്തിൻ്റെയും ബേസിക് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ആദ്യത്തെ പേജിൽ എന്തോ ഒരു പിക്ചർ തന്നിട്ട് ആ പിക്ചറിൻ്റെ ആംഗിൾ കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡിനൊക്കെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഈ മെത്തേഡിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യമേ പറഞ്ഞു തന്നത് കേട്ടോ. ഇനി നോക്കുക, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ ആംഗിൾസ് കാണുന്നത് ബന്ധപ്പെട്ട് 2 മാർക്കിന് മാത്രമല്ല 4 മാർക്കിലെ ക്വസ്റ്റ്യൻസിൽ വരെ വന്നിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ മാർക്ക് എത്ര മാർക്കിനുള്ളതാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറയാൻ പറ്റുന്നത്. അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെയുള്ള പിക്ചർ തന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനും വേണമെങ്കിൽ ഇനി എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബേസിക് നോളജാണ്. ഞാൻ ജയിക്കും, എനിക്ക് നല്ല മാർക്ക് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും എല്ലാം പഠിച്ച കുട്ടികൾ ഒന്നൊന്ന് ഓർത്തിരിക്കാം കേട്ടോ. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്ക് പോയില്ലേ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളൊരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡയമീറ്റർ, സർക്കിളിൻ്റെ ആ കറക്റ്റ് മിഡിലൂടെ പോകുന്നില്ലേ, ആ ലൈനിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് റേഡിയസിനെ കുറച്ചൊന്നും നീട്ടി എന്ത് ചെയ്യുക, വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിളിൽ മുട്ടി വരയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുക. ഈ ഡയമീറ്ററിൽ നിന്ന് വരയ്ക്കുന്ന വരകൾക്ക്, അതായത് സർക്കിളിലാണ് മുട്ടുന്നതെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി സർക്കിളിൻ്റെ ഉള്ളിലാണ് ഉള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യും, 90യേക്കാളും കൂടുതലായിരിക്കും. ഇനി സർക്കിളിൻ്റെ പുറത്താണെങ്കിലോ അത് 90യേക്കാളും കുറവായിരിക്കും. ഈ ഫസ്റ്റ് 2024 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിലെടുത്ത് ചോദിക്കുന്നുണ്ട് 80 എന്ന് പറയുന്നത് സർക്കിളിൻ്റെ പുറത്താണോ അകത്താണോ, അതായത് 110 സർക്കിളിൻ്റെ പുറത്താണോ അകത്താണോ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടി നമുക്കൊന്ന് പിക്ചർ നോക്കി തന്നെ ഒന്ന് പറയാൻ പറ്റും അല്ലേ. ഇത് രണ്ടും എന്തോന്നായിരിക്കും, 110 സർക്കിളിൻ്റെ അകത്തായിരിക്കും, 80 പുറത്തായിരിക്കും. ആ സർക്കിളിലുള്ള ഒരു പോയിന്റ് ആയിരുന്നെങ്കിൽ അത് എത്രയായിരിക്കും, 90 ആയിരിക്കും എന്നുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആക്കും. അത്ര വലിയ നമ്മൾ എന്ത് ചെയ്യേണ്ട എഫോർട്ട് ഒന്നും എടുക്കാതെ നമുക്ക് കിട്ടുന്ന മാർക്ക്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക.
എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഡയമീറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന വരകൾ ആംഗിൾ എന്ന് പറയുന്നത് 90യേക്കാൾ കുറവാണെങ്കിൽ ആ ആംഗിൾ എവിടെ പോയിട്ടുണ്ട്, സർക്കിളിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇനി ആംഗിൾ 90യേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്ത് ചെയ്യുക, സർക്കിളിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഈ രീതിയിലാണ്. അതായത് 90 ഡിഗ്രി എപ്പോഴും സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ, ഇനി അത് നമ്മുടെ ഡയമീറ്റർ തന്നെ തരണമെന്നില്ല. അത് 2 മാർക്കിൻ്റെയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഡയമീറ്റർ പ്രതീക്ഷിച്ചാൽ മതി. അത്ര ഈസി ക്വസ്റ്റ്യൻ ഒക്കെ തരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതെന്ത് ചെയ്യാം, ഒരു കോഡായിരിക്കും. എന്താ കോഡ് എന്ന് പറഞ്ഞാൽ, സർക്കിളിൽ തന്നെ ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് വരയ്ക്കുന്നത്. അത് മിഡിലിലൂടെ കിടക്കുന്ന വരയല്ല എന്ന് ഓർത്തിരുന്നാൽ മതി. അത് കോഡാണ്. ഇനി ഇതിലെ ഒരു ആംഗിൾ ആണെങ്കിലോ, ഇതിലൊരു ആംഗിളാണെങ്കിലും പേടിക്കാനില്ല. നിന്ന് നമ്മുടെ റേഡിയസിലേക്ക് വരയ്ക്കുന്ന വര, ഈ റേഡിയസിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ആ ആംഗിളും നമ്മുടെ സർക്കിളിൽ മുട്ടുന്ന ആംഗിളുകളും തമ്മിൽ എങ്ങനെയായിരിക്കും, ഹാഫ് ആയിരിക്കും. അതായത് ഇതിപ്പോൾ തന്നിട്ടുള്ള 120 ആണെങ്കിൽ കണ്ടോ, 2 പോയിന്റ് വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. 2 അല്ല, നമുക്ക് ഇഷ്ടംപോലെ വരകൾ ഇങ്ങനെ വരയ്ക്കാം. എത്ര വരച്ചാലും അവയൊക്കെ ഇതിൻ്റെ എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യാം, ഒന്നിൽ ആ 60 തന്നിട്ട് നമ്മൾ ഈ 120 അവിടെ മാർക്ക് ചെയ്തിട്ട് അത് എത്രയായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ 120 തന്നിട്ട് ആ 60 എന്നിരിക്കില്ലേ, 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് അത് എത്രയാണെന്ന് ചോദിക്കുക. അത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു കോഡ്. അതേപോലെ തന്നെ നമ്മൾ റേഡിയസിലേക്ക് വരയ്ക്കുവാണ്. റേഡിയസിൽ അവിടുത്തെ ആംഗിൾ തന്നിട്ട് ആ സർക്കിളിലെ ഒരു ആംഗിൾ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും, ഇതിന്റെ ഹാഫ് ആയിരിക്കും. ഇനി സർക്കിളിലെ ഒരു ആംഗിൾ തന്നിട്ട് നമ്മുടെ ഈ റേഡിയസുമായി ബന്ധിപ്പിക്കുന്ന ആ വരകളുടെ അവിടുത്തെ ആംഗിളാണ് ചോദിക്കുന്നതെങ്കിൽ അതെന്തോന്നായിരിക്കും, ഇരട്ടിയായിരിക്കും എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കണ്ടോ, ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതൊക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അത്ര ഒരു പാടുമില്ല. നോക്കിയേ, ഇനി നോക്കിയേ, ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പകുതി ആയിരിക്കും. കണ്ടോ, ഹാഫ് സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നില്ലേ അത്. ഇനി ഡി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന പകുതിയായിരിക്കും ഹാഫ് ഡി. ഈ സിയും ഡിയും ഒരിക്കലും തരില്ല കേട്ടോ. സി എന്നുള്ള ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ഡി എന്നുള്ള ആംഗിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, നമുക്കറിയാം അല്ലേ, സർക്കിളിൻ്റെ ഫുള്ളും 360. അതിങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ ഒരു പൊട്രാക്ടറിൽ എത്ര അളവാണ് ഉള്ളത്, 180. 2 പൊട്രാക്ടർ ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര, ഒരു സർക്കിൾ പോലെ ആവില്ലേ. ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ പോലെ ആകുമ്പോൾ 180 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 360. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ 360 ആണ് ഫുള്ള്. 360യിൽ എത്രയോ അളവ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ബാക്കി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ലേ, അത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ ഒരു തന്നിട്ടുണ്ട് 140 എന്ന് പറയുന്നത്, 140 എന്നുള്ള ഒരു ആംഗിൾ മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 140ൻ്റെ പകുതി 70 ആണെന്ന് കണ്ടുപിടിക്കാം. ഇനി 140ഉം 360ഉം കൂടെ കുറയ്ക്കുമ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടില്ലേ, അതിൻ്റെ പകുതി ആയിരിക്കും 110. ആ രീതിയിൽ എന്ത് ചെയ്യാം, എല്ലാ ആംഗിൾസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 2024 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മീൻ, മീഡിയൻ, മെറിഡിയൻ, മീഡിയൻ, മോഡ്. അപ്പം എന്ത് ചെയ്യുക, ഇത് 3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര നമ്പറുണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഒന്നും കൂടെ ഓർത്ത് വെച്ചേ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള എല്ലാ നമ്പറും കൂടെ എത്തി എന്ത് ചെയ്യുക, കൂട്ടുക. അതിൽ എത്ര നമ്പറുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫ്രീക്വൻസി വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരും കേട്ടോ. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി വെച്ചിട്ട് പഠിക്കുക. 4-5 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിൽ ഒന്ന് അതായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. എന്ത് ചെയ്യുക, എല്ലാ നമ്പേഴ്സ് എഴുതുക, അവയെ കൂട്ടുക, അതിന് നമുക്ക് മീനായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിലോ മീഡിയൻ എന്താണ്, മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുക. ഇപ്പം നമ്മൾ 1, 2, 3, 4, 5, 6, 9 അങ്ങനെ 10 വരെ എഴുതില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ നടുക്ക് വരുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. അതാണ് എന്തെന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ നമ്പർ പോയിന്റ് സംഖ്യകളായിരിക്കും. 12.0, 12.5 തന്നിട്ടില്ലേ, 12.6. ഇങ്ങനെ എന്ത് ചെയ്യുക, പോയിന്റിന് ശേഷമുള്ള സംഖ്യ കൂടുന്നതിനനുസരിച്ച് 0 കഴിഞ്ഞിട്ട് കണ്ടോ 0.5, 6, 9 എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുന്ന കണക്ക് എഴുതിയിട്ട് നടുക്ക് വരുന്ന സംഖ്യ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മീഡിയൻ എന്ന് പറയുക. ഇനി മോഡാണെങ്കിലോ, മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ ഏതാണ് അതിനെയാണ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡിന് ഒരു എക്സാമ്പിൾ കൊടുത്താൽ 2, 4, 5, 4, 6, 4, 8, 9. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 4 എന്നുള്ള നമ്പർ 3 പ്രാവശ്യത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഡ് എന്ന് പറയുന്നത് 4. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുറേ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്തു. അതിൽ കുറേ കുട്ടികൾക്ക് എന്ത് ചെയ്തു, ഒരു 15 കുട്ടികൾക്ക്, അതായത് കൂടുതൽ കുട്ടികൾക്കും കിട്ടിയത് 15 എന്നുള്ള മാർക്കാണെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സിലെ മോഡ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയും, 15 ആണെന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ സീക്വൻസുമായി, അരിത്തമെറ്റിക് സീക്വൻസുമായി ബന്ധപ്പെട്ടിട്ട്
എല്ലാ മാർക്ക് ക്വസ്റ്റ്യൻസിലും, അതായത് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യനിലായിക്കോട്ടെ, 3 മാർക്ക് ആയിക്കോട്ടെ, 4 മാർക്ക് ആയിക്കോട്ടെ, ഫൈനൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻസിലും എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് കാരണം അരിത്തമെറ്റിക് സീക്വൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ ഇക്വേഷൻസേ ഉള്ളൂ അല്ലേ, അതെന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക, മറക്കരുത് കേട്ടോ. ഇനി നോക്കി, നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്താണെന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്തടുത്തുള്ള നമ്പർ ആണോ എന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ ഒരു കുറച്ച് റൗണ്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട്, 1, 3, അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവയൊക്കെ അടുത്തടുത്ത നമ്പേഴ്സാണ്. അടുത്തടുത്ത നമ്പർ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടി ഒന്നുമില്ല, അത് തമ്മിൽ കുറച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ ടേമും തന്നിട്ടുണ്ട്, മൂന്നാമത്തെ ടേമും തന്നിട്ടുണ്ട്, അത് തമ്മിൽ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടിക്കോളും, കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് കിട്ടിക്കോളും. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. 24-ഉം 42-ഉം 24-ഉം കൂടെ കുറച്ചപ്പോൾ നമുക്ക് 18 കിട്ടിയത്. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സീക്വൻസ് കൂടി പോകുന്നതാണോ കുറഞ്ഞു പറഞ്ഞതാണോ നോക്കുക. അതായത് 24 കഴിഞ്ഞിട്ടാണ് 42 പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യുക, കൂടി പോകുന്നു. 24-നെക്കാളും വലിയ നമ്പർ അല്ലേ 42 എന്ന് പറയാം. അപ്പോൾ ഇത് കൂടി പോകുന്ന സീക്വൻസ് ആണ്. ഓക്കെ. ഇനി കുറഞ്ഞു പറഞ്ഞതാണെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം തന്നിട്ടുണ്ടായിരുന്ന നമ്പർ 8 ആണെന്ന് വെച്ചു, പിന്നെ തന്നിട്ടുണ്ടായിരുന്ന നമ്പർ 6 ആണ്. അത് കുറഞ്ഞു 8 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, 6 വന്നു. അപ്പോൾ കുറഞ്ഞു പറഞ്ഞാണെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം കുറച്ച് പോകുക. ഇനി 6 കഴിഞ്ഞിട്ടാണ് 8 തന്നിട്ടുണ്ടായിരുന്നെങ്കിലോ കൂടി പോകുന്നത്. അപ്പം നമുക്കറിയാം 6 കഴിഞ്ഞിട്ട് 8 ഇനി കൂടിയാ പോകാൻ പോണത് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, കൂട്ടിയായിരിക്കും കോമൺ ഡിഫറൻസ് വെച്ച് കൂട്ടുക. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക, നമുക്ക് 18 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക, 18 കൂട്ടുക ചെയ്തത്. ഇനി നമ്മൾ ഞാൻ ഇതിൽ ചില ക്വസ്റ്റ്യൻസിൽ നഗലിൽ +18 എന്നും -18 എന്നാണ് എഴുതിയിട്ടുള്ളത്. മൈനസ് എന്തിനായിരിക്കും, ഫ്രണ്ടിലോട്ടുള്ള നമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്തായിരിക്കും പോവേണ്ടത്. ഓക്കെ. അതായത് എനിക്കിപ്പോൾ ആദ്യത്തെ ദിവസം 2 മിഠായിയാണ് കിട്ടുന്നത്, രണ്ടാമത്തെ ദിവസം 4 മിഠായി, മൂന്നാമത്തെ ദിവസം 6 മിഠായി എന്നൊക്കെ കിട്ടുക. പക്ഷെ എനിക്ക് ആദ്യത്തെ 2 ദിവസത്തെ തന്നിട്ടില്ല, മൂന്നാമത്തെ ദിവസത്തെ 6 മിഠായി തന്നിട്ടുണ്ട്, നാലാമത്തെ ദിവസത്തെ 8 മിഠായി തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ചെയ്യുന്നത്, നമുക്കറിയാം ഇല്ലേ, മൂന്നാമത്തെ ദിവസം 6 കിട്ടിയത്, കോമൺ ഡിഫറൻസ് 2 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ദിവസം എനിക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക, 4 കുറഞ്ഞായിരിക്കും വരിക. ഒന്നാമത്തെ ദിവസവും 2 എണ്ണമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് ബാക്കിലോട്ടായിരിക്കും വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക, ആ നമ്പേഴ്സ് ആദ്യത്തെ നമ്പേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി കുറയ്ക്കായിരിക്കും ചെയ്യേണ്ടത് എന്ന രീതി എന്ത് ചെയ്യുക, ചിന്തിക്കുക. ഇവിടെ നമ്പേഴ്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, കൂട്ടി 18 42-ൻ്റെ കൂടെ 18 കൂട്ടുമ്പോൾ 60 പിന്നെ വീണ്ടും കൂട്ടുമ്പോൾ 78. ഇനി 6-ൽ നിന്ന് എന്ത് ചെയ്യുക, 18 കുറച്ചപ്പോൾ -12 എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അത് എന്ത് ചെയ്യുക, 6-ൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, 18 കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം നമുക്കറിയാലോ. 6 മിഠായി നിന്ന് ഒരിക്കലും 18 മിഠായി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് കുറയ്ക്കുക, 18-ൽ നിന്ന് 6 കുറയ്ക്കുക. എന്നിട്ട് 6-ൽ നിന്ന് എന്തായാലും 18 കുറയ്ക്കാൻ പറ്റില്ലായിരുന്നല്ലോ, എന്നിട്ട് നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യൻ എതിരായിട്ട് ചെയ്തേയില്ലേ, അതുകൊണ്ട് നിങ്ങളൊരു -1 കിട്ടാൽ മതി. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ നമ്പേഴ്സുകളുടെയൊക്കെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത നമ്പർ തരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ 4-മത്തെയും 5-മത്തെയും ക്വസ്റ്റ്യൻ നോക്കി 24 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ട് അടുത്ത നമ്പർ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കഴിഞ്ഞിട്ട്, അതായത് 3-മത്തെ ടേം തന്നിട്ടുണ്ട്, 4-മത്തെ ടേം അവർ പറയുന്നില്ല, 5-മത്തെ ടേമാണ് പറഞ്ഞതെന്ന് വെച്ചു, ഇങ്ങനെയൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ 3-മത്തെ ടേമിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുന്നുണ്ട്. ഓക്കെ. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് 4-മത്തെ നമ്പർ കിട്ടുന്നത്. ഇതിങ്ങനെ എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. 4-മത്തെ ടേമിൻ്റെ കൂടെ വീണ്ടും എന്തോ ഒരു നമ്പർ കൂട്ടിയിട്ട് 5-മത്തെ ടേം കിട്ടണം, അങ്ങനെ ചിന്തിച്ച് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, എത്ര കോമാസാണ് നമ്മൾ ഇടുന്നതെന്ന് നോക്കാം. 24 കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ഒരു വര ഇടുന്നു, അവിടുത്തെ നമ്പർ നമുക്കറിയില്ല, വീണ്ടും ഒരു കോമ ഇട്ടിട്ടാണ് 42 എഴുതുന്നത്. ഏകദേശം നമ്മൾ 24-നും 42-ൻ്റെ ഇടയ്ക്ക് 2 കോമകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ 2 കൊണ്ട് എന്ത് ചെയ്യുക, ഇത് കുറച്ച് കിട്ടുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്യുക എന്ന രീതിയിൽ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. മനസ്സിലായോ? അതായത് ഫസ്റ്റത്തെ ടേം അറിയാം, പിന്നെ നമുക്ക് 3-മത്തെ ടേമേ അറിയാം. ഫസ്റ്റത്തെ ടേം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമ ഇടും, 2-മത്തെ ടേമിനുള്ള സ്ഥലം വിടും, അതറിയില്ല, വീണ്ടും ഒരു കോമ ഇടും, 3-മത്തെ ടേം ഇടും. അപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് എത്ര കോമ വന്നു, 2 കോമ വന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസിൽ നിന്ന് എന്ത് ചെയ്യുക, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന രീതിയിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് വെച്ചിട്ട് ആ നമ്പർ എത്രയാണ് കിട്ടുന്നത്, ഇനി സെയിം മെത്തേഡ് തന്നെയാണ്. മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്ലസ് ചെയ്യുക, ബാക്കിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഇത് കൂടി പോകുന്ന സീക്വൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതിൽ രീതിയിൽ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ബാക്കി കിടക്കുന്നുണ്ട് കണ്ടോ, 6-മത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഇടയ്ക്ക് 2 ഗ്യാപ്പ് വരുന്നുണ്ട്. സെയിം മെത്തേഡാണ്, എത്ര കോമ ഇടുന്നു എന്ന് നോക്കിയാൽ മതി. 1, 2, 3 കോമ ഇടുന്നുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ കുറച്ച് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ കൂടെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് തരുവാണ്, 8-മത്തെ ടേം ഇതാണ്,
ഇനി 10ാമത്തെ ടേം ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 1ാമത്തെ ടേം കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാൻ പോണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 8ാമത്തെ ടേം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കോമ ഇടുക. അടുത്ത് എന്ത് ചെയ്യുക, 9ാമത്തെ ടേമിന് സ്ഥലം വിടുക. അടുത്ത് വീണ്ടും ഒരു കോമ ഇടുക. അടുത്ത് 10ാമത്തെ ടേമിന് 10ാമത്തെ ടേമാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക ഈ അവർ തന്നിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് എത്ര കോമകൾ നിങ്ങൾക്ക് വന്നു എന്ന് നോക്കുക. രണ്ടുപേരെയും ഡിഫറൻസ് എടുക്കുക. എത്ര കോമ ഉണ്ടോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. പിന്നെ ബാക്കിലോട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, അതിന് ഇക്വേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഇക്വേഷനേ അറിയില്ലാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് കണ്ടുപിടിച്ചാലും മതി കേട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ 2-3 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അപ്പം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, 3rd ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 26 ആണ്. 8th ടേം എന്ന് പറയുന്നത് 61 ആണ്. നമ്മൾ നോക്കിയാൽ 3rd ടേം 26 ആണെന്ന് അറിയാം. 8th ടേം 3rd കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കോമ ഇടും. അടുത്ത് 4th വേണ്ടിയിട്ട് സ്ഥലം വിടും. 5th വേണ്ടിയിട്ട് സ്ഥലം വിടും. 6th വേണ്ടിയിട്ട് സ്ഥലം വിടും. 7th വേണ്ടിയിട്ട് സ്ഥലം വിടും. അടുത്ത് 8th ടേം ഇടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര കോമാസാണ് വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കിയാൽ മതി. അത്രയും ഇതോ തമ്മിൽ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത്രയും കോമ കൊണ്ട് എന്ത് ചെയ്യുക, എത്ര കോമ ഉണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിവിടെ 5 എണ്ണമാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ നമ്പറുകൾ തമ്മിൽ ഒന്ന് കുറച്ച് നോക്കിയാലും മതി. 8th 3rd കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6, 7, 8. ഓക്കെ, 5 ടേമാണ് എൻ്റെ ഇടയിൽ പറഞ്ഞതെന്ന് മനസ്സിലാവും. 5 കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്നുള്ള ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടി? 7 ആണ് കോമൺ ഡിഫറൻസ് എന്ന് കിട്ടി. അപ്പോൾ 3rd ടേമും 8ാമത്തെ ടേമും തമ്മിൽ എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. ഇല്ലെങ്കിൽ ആ കോമ മെത്തേഡ് ഉപയോഗിച്ചാലും മതി. അത് മറന്നു പോകുന്ന ആൾക്കാർ കോമ മെത്തേഡ് ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കോമൺ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ഇനി ഫസ്റ്റ് ടേം കാണാൻ വേണ്ടി, ഫസ്റ്റ് ടേം ഒക്കെ കാണാൻ വേണ്ടി a + n - 1 × d എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വയ്ക്കുക. a + n - 1 × d എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വയ്ക്കുക. അതിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇത് 3rd ടേം ആണല്ലേ തന്നിട്ടുള്ളത്. എന്ത് ചെയ്യുക, 2nd ടേം കാണാൻ വേണ്ടിയിട്ട് ഒരു 7 കുറച്ചാൽ മതി. ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 7 കുറച്ചാൽ മതി. അങ്ങനെ കിട്ടും. അപ്പോൾ 26 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 3rd ടേം 26 ആണെന്ന്. 26-ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 19 കിട്ടും. ഇനി ഒരു പ്രാവശ്യം കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഈ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഓൾജിബ്രൈക്ക് ഫോമിൽ എഴുതാം. ഓൾജിബ്രൈക്ക് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യും, വലിയ എന്തോ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ സ്കിപ്പ് അടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇതിന് വേറെ ഒന്നുമില്ല. അപ്പോൾ ഓൾജിബ്രൈക്ക് ഫോം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, a + n - 1 × d എന്നുള്ള ഇക്വേഷൻ ആവശ്യം. നമുക്ക് a + n - 1 × d എന്നുള്ള ഇക്വേഷൻ ഏതെങ്കിലും ടേമുകൾ തന്നതിന് ശേഷം പിന്നെ വേറെ ടേം കാണാൻ വേണ്ടിയിട്ടൊക്കെ തരില്ലേ, ആ സമയത്ത് യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഓൾജിബ്രൈക്ക് ഫോം കണ്ടുപിടിക്കുന്ന സമയത്താണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞു 12. ഇനി ഓൾജിബ്രൈക്ക് ഫോം എഴുതുന്ന സമയത്ത് n - 1 എന്ന് പറയുന്ന സാധനത്തിന് ഒരു വാല്യൂയും കൊടുക്കണ്ട. അത് അതേപോലെ ഇട്ടാൽ മതി. d എത്രയാണ്, നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയെന്ന് അറിയാൻ 7. അപ്പം നമ്മൾ ഈ ഓൾജിബ്രൈക്ക് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് മാത്രമാണ് കൊടുക്കാത്തത്, n - 1 മാത്രം വാല്യൂ കൊടുക്കുന്നില്ല. ഇനി 7 എന്നുള്ള സാധനം എന്ത് ചെയ്യുന്ന ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുവരും. അത് 7 1 n അതേപോലെ -7 ആയി മാറും. 7 n അതേപോലെ തന്നെ ഇടുക. 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടാനാണെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടുക. കുറയ്ക്കാനാണെങ്കിൽ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അത്രേ ഉള്ളൂ. 12ഉം 7ഉം കൂടെ എന്ത് ചെയ്യുക, ഇവിടെ കുറയ്ക്കുക. 7ന്റെ ഫ്രണ്ടിൽ മൈനസ് ചിഹ്നം കിടക്കുന്നതുകൊണ്ട് തന്നെ കുറയ്ക്കുന്നു. അപ്പം നമുക്ക് 5 എന്ന് കിട്ടും. ഇതിൽ അത്ര വലിയ എന്തൊന്നും കിട്ടുന്നില്ല, ഭയങ്കര പാടായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. കിട്ടി. ഇത്രയേ ഉള്ളൂ ആൾജിബ്രൈക്ക് ഫോം. ആൾജിബ്രൈക്ക് ഫോം ആവും കേൾക്കുമ്പോൾ a + n - 1 × d എന്നുള്ളതെങ്കിലും എഴുതാൻ മറക്കാതിരിക്കുക. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാണ്. ഫസ്റ്റ് ടേം എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് എഴുതുക. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതും കണ്ടുപിടിച്ചിട്ട് എഴുതുക. n - 1 വാല്യൂ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ആ ആൾജിബ്രൈക്ക് ഫോം കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ കാര്യം. ഇനി ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ്. സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്, n/2 a + 1 + an. അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടിയതിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് വേറൊരു മെത്തേഡിൽ പറയാം. an എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണല്ലേ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a + n - 1 × d എന്നതിൽ കൊടുത്തിട്ട് തന്നെയാണ് ലാസ്റ്റ് ടേമും കാണുന്നത്. ഓക്കെ, അതായത് എത്ര നമ്പേഴ്സിൻ്റെ നമുക്ക് കാണേണ്ടത്, 15 നമ്പറിന് 15 / 2 എന്ന് എഴുതുക. അതിൽ ഫസ്റ്റ് ടേം എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 12 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. an ലാസ്റ്റ് ടേം നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ വീണ്ടും ആ ഇക്വേഷൻ യൂസ് ചെയ്യുകയാണ്. a എന്ന് പറയുന്നത് 12 ആണ്. n - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15. 15ൽ നിന്ന് ഒന്ന് കുറച്ച് 14 ആണ്. ഇനി കോമൺ ഡിഫറൻസ് നേരത്തെ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണല്ലേ, നമുക്ക് 7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും എന്ത് ചെയ്യുക, എല്ലാ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. എന്ത് ചെയ്യുക,
14ഉം 7ഉം കൂടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ 98 കിട്ടും. 12ഉം 12ഉം കൊണ്ട് കൂട്ടിയപ്പോൾ 24 കിട്ടും. ഇനി ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ എത്രയെന്ന് കിട്ടും? 122 കിട്ടും. താഴത്തെ 2ഉം 122ഉം തമ്മിൽ വെട്ടിപ്പോവും. അപ്പോൾ 61 കിട്ടും. ഇത് വെട്ടി ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ചെയ്യുക എന്ന് ഓർത്തിരുന്നാൽ മതി. തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 950. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു a1ഉം an ആണ്. ഫസ്റ്റ് ടേം എന്ത് ചെയ്യുക? a1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ n കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഒന്നും കൂടെ പറയാം. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സമ്മ് കാണാനാണ് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ടേം ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ 15 എണ്ണത്തിന്റെ സമ്മ കാണുന്നത് 15ാമത്തെ ടേം എന്താണെന്ന് കണ്ടുപിടിക്കുക. എഴുതി കൂട്ടിയൊക്കെ കണ്ടുപിടിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് ടേം ഏതാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. രണ്ടും കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അതിന് എന്ത് ചെയ്യുക? 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ ആൻസറിന് എത്ര ടേം കൊണ്ടാണ് നമ്മൾ ടേമിൻ്റെ ആ സമ്മ് കാണാണ്ട് എന്ന് തന്നിട്ടുണ്ടായിരിക്കില്ല. 15 ടേം ആണെങ്കിൽ 15 കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഓക്കെ. ഇനി ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ വരും. പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകാൻ വേണ്ടി ചാൻസും ഉള്ളതാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഇത് 4 0 തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബിയും സിയും ഇയും എഫും ഡിയും ഒക്കെ 4 വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4ന്റെ പകുതി 2 വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇത് ആ മെത്തേഡ് അല്ല യൂസ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ആദ്യം നമ്മൾ കോർഡിനേറ്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് എക്സിൽ കുറച്ച് വാല്യൂസ് കാണും, അതേപോലെ വൈയിൽ വാല്യൂസ് കാണും. രണ്ട് സൈഡിൽ എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂസും കാണും. ഇതിലൊരു പോയിന്റ് അടയാളപ്പെടുത്തിക്കുന്നുണ്ടോ? -3 2. ആദ്യത്തത് -3 2 3 എന്തുകൊണ്ടാണ് എഴുതാത്തത്? നമ്മൾ ആദ്യം എപ്പോഴും എഴുതുന്നത് എക്സിന്റെ വാല്യൂ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരെ സ്ട്രൈറ്റ് ആയിട്ട് താഴെ കിടക്കുന്നില്ലേ, ആ വരെയാണ് എക്സ് എന്ന് പറയുന്നത്. ആ എക്സിന്റെ വാല്യൂ തന്നെ ആദ്യം എഴുതണം. അത് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ കിടക്കുന്ന ആ സ്ട്രൈറ്റ് ലൈനിന്റെ വാല്യൂ ആയിരിക്കണം ആദ്യം ആ ബോക്സിനുള്ളിൽ വരേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ -3 ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക? കുത്തനെ നിൽക്കുന്നില്ലേ ആ വര, ആ വരയിലെ വാല്യൂ എത്രയെന്ന് ചെയ്തുക. ഇതിപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് 2. ഇത് താഴോട്ടുള്ള വരയായിരുന്നെങ്കിൽ അത് -2 ആവുമായിരുന്നു. എന്തായാലും ആദ്യത്തെ ടേം എപ്പോഴും എന്ത് ചെയ്യുക? ആ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നില്ലേ അതിൽ നിന്ന് തന്നെ എഴുതുക. അതാണ് എക്സ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കോർഡിനേറ്റ് എഴുതുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഇതിലുള്ള കുറേ നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇത് പൗസ് ചെയ്ത് നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അതിന്റെ വാല്യൂ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് താഴോട്ട് മുകളിലോട്ട് നോക്കിയിട്ട് നോക്കുക. അതിൽ ആദ്യത്തെ എക്സിന്റെ ടേം ആയിരിക്കും എടുക്കേണ്ടത് എന്നുള്ളത് മറക്കാതെ എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി നോക്കിയേ. ഇനി അടുത്തത് ഈസി ആയിട്ട് മാർക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ 2x - y - 2 = 0 എന്ന് പറഞ്ഞിട്ട് 2 3 4 എന്ന് പറയുന്നത് ആ ലൈനിലെ പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിചാരിച്ചോണം നമുക്ക് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ സ്കിപ്പ് അടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നല്ല മാർക്ക് കിട്ടുന്നത് എന്നാൽ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതിൽ ഈ ഫസ്റ്റ് ടേം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എക്സ് ആക്സിസ് ആ നേരെ കിടക്കുന്ന ആ ലൈനാണെന്ന് ഓർത്താൽ മതി. അതിലുള്ള പോയിന്റ് ആണ് ആദ്യത്തെ എക്സ്. അപ്പോൾ ആ 3 എന്നുള്ളത് എന്തോന്നാണ്? എക്സ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഇനി ആ 4 എന്ന് പറയുന്നത് എന്തോന്നാണ്? വൈയിലെ പോയിന്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. ഇനി അത് എന്ത് ചെയ്യുക? അതിൽ എക്സിലും വൈയിലും എന്ത് ചെയ്യുക? ആ പോയിന്റുകൾ കൊടുത്താൽ മതി. നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിക്കോളും. 2 × x എന്ന് എഴുതിക്കുന്നതിന്റെ അവിടെ 3 എന്ന് കൊടുക്കുക. ഇനി y എന്ന് എടുക്കുന്നതിന്റെ അവിടെ 4 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്ത് കിട്ടുമ്പോൾ 0 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഇത് ലൈനിലെ പോയിന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മളിത് ചെയ്ത് നോക്കിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്ത് ചെയ്യാം? 2ഉം 3ഉം കൂടെ ഇൻറ്റു ചെയ്തപ്പോൾ 6 ആണ്. പിന്നെ ഒരു -4 ഉണ്ട്. 6ൽ നിന്ന് -4 കുറച്ചപ്പോൾ എത്രയായി? 6ൽ നിന്ന് 4 കുറച്ച 2. വീണ്ടും 2 കുറയ്ക്കുമ്പോഴത്തേനും 0. നമുക്ക് 0 തന്നെ കിട്ടി. അതായത് ആ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുന്നത്. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ? ആ നമ്പർ 2 കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടി? ആ ഇക്വേഷനിൽ തന്നിട്ടുള്ളത് പോലെ ഈക്വൽ ടുവിന് ശേഷം 0 തന്നെ കിട്ടിയത് കൊണ്ട് ഇത് ഇതിലെ തന്നെ പോയിന്റ് ആണോ എടുത്ത് എഴുതണം കേട്ടോ. ഇത് ഇതിലെ തന്നെ പോയിന്റ് ആണോ എന്ന് അവർ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് യെസ് എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം. ഓക്കെ. അടുത്ത് find the coordinates of the points where the x and y axis ഈ x ആക്സിസും y ആക്സിസ് കട്ട് ദ x and y ആക്സിസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ x ആക്സിസിൽ വന്ന് മുട്ടുന്നതും അതേപോലെ y ആക്സിസിൽ വന്ന് മുട്ടുന്നതും പോയിന്റുകൾ കണ്ടുപിടിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും കാണാം. നമുക്ക് ഡൗട്ട് അടിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. വേറെ ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സൈഡിലായിട്ട് തന്നിട്ടുള്ള ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും.
എക്സ് ആക്സിസിൽ മുറിച്ച് കിടക്കുന്ന ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. കണ്ടോ, 2 എന്നുള്ള എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ വന്നിട്ട് ആ ലൈൻ തൊട്ടപ്പോൾ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന ലൈനിൽ 2 എന്നുള്ള പോയിന്റിൽ തൊട്ടപ്പോൾ 2ന്റെ ഇപ്പുറത്ത് കണ്ടോ 0 ഇരിക്കുന്നത്, വൈ ആക്സിസിലെ പോയിന്റ് 0 ആയി മാറി. അതേപോലെ വൈ ആക്സിസിൽ അവരങ്ങനെ നീട്ടി വരച്ചപ്പോൾ വൈ ആക്സിസിലും വന്ന് തൊടുന്നുണ്ട്. അവിടെ വന്ന് തൊട്ടപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ എക്സ് ആക്സിസിലെ പോയിന്റ് ആദ്യം കിടക്കുന്നത് എക്സിന്റെ പോയിന്റ് ആണ് എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അപ്പൊ എക്സിന്റെ പോയിന്റ് എന്താവണുണ്ട്, 0 ആവണുണ്ട്. അതായത് നമ്മളുടെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണാൻ പറഞ്ഞാൽ വൈക്ക് എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടിക്കോളും കേട്ടോ. അതായത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷനിൽ വൈ എന്ന് എഴുതിയിരിക്കുന്നതിന് 0 കൊടുത്ത് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യും, കിട്ടും. അതേപോലെ തന്നെ വൈ ആക്സിസിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, എക്സിന് എന്ത് ചെയ്യുക, 0 കൊടുക്കുക. ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക മാത്രം ചെയ്താൽ മതി. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുറിച്ച് കിടക്കുന്ന പോയിന്റ് കാണാൻ വൈക്ക് 0 കൊടുക്കുക. അടുത്ത അതേപോലെ തന്നെ വൈ ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന ഒരു പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിന് എന്ത് ചെയ്യുക, 0 കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എക്സ് ആക്സിസിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ഏതാണെന്ന് കാണാം. അതിന് എന്ത് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ വൈക്ക് എന്ത് ചെയ്യുക, 0 കൊടുക്കുക. വൈക്ക് 0 കൊടുത്തിട്ട് താഴോട്ട് എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യുക, 2x - y - 2 = 0. വൈക്ക് 0 കൊടുത്തു. അപ്പൊ 2x - 2 എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. നമ്മൾ എന്ത് ചെയ്താൽ മതി, -2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേനും എന്താവും, 2x = 2 എന്ന് കിട്ടും, x = 1 എന്ന് കിട്ടും. അപ്പൊ ആ പോയിന്റുകൾ ഏതൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു വൈക്ക് എന്ത് കൊടുക്കണം, എക്സ് കട്ട് ചെയ്യുന്ന പോയിന്റിൽ വൈക്ക് 0 കൊടുക്കുക. വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത് എഴുതുന്നതാണ് വൈ എന്ന് പറയുന്നത്, അവിടെ 0 കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എക്സിന്റെ പോയിന്റ് 1 എന്നും വൈയുടെ പോയിന്റ് 0 എന്നും കിട്ടി. ഇനി സ്വന്തമായിട്ട് ഇതേപോലെ വൈൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം ബാക്കി വീഡിയോ കണ്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എന്ത് ചെയ്യുക, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് 0 എന്ന് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ ഏതാണ്, ആ ഇക്വേഷൻ വീണ്ടും എഴുതുവാണ്, 2x - y - 2 = 0. അതിൽ എക്സിന് 0 കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, 2ഉം 0യും, 2നെ 0 കൊണ്ട് ഏത് നമ്പറിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താലും 0 തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടും, -y - 2 എന്ന് = 0 എന്നുള്ളത് കിട്ടും. -y - 2 എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്, -y ഈ സൈഡിൽ ഇട്ടിട്ട് 2നെ അപ്പുറത്ത് കൊണ്ടുപോകുക. =2ന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിഹ്നം മാറും, -2 എന്തായി മാറും, +2 ആയി മാറും. പ്ലസ് ഒരിക്കലും നമ്മൾ കൊടുക്കാറില്ല, എന്ത് ചെയ്യും, വെറും 2 എന്ന് മാത്രമാണ് എഴുതാറുള്ളത് കേട്ടോ. അങ്ങനെ വൈയുടെ സൈഡിൽ കിടന്ന മൈനസ് എന്ത് ചെയ്യും, അപ്പുറത്തേക്ക് കളഞ്ഞു. അപ്പം നമുക്ക് -2 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ എഴുതുമ്പോഴത്തേന് എന്ത് ചെയ്യും, 0 നമ്മൾ നേരത്തെ പഠിച്ചത് കണക്ക് വൈ കട്ട് ചെയ്യുന്ന പോയിന്റിൽ എക്സ് 0 ആയിരിക്കും. എക്സിന്റെ വാല്യൂ എപ്പോഴും കൊടുക്കുന്നത് ഫസ്റ്റ് പ്ലേസിലാണ്. അപ്പൊ എക്സിന്റെ അവിടെ 0 കൊടുക്കുക, വൈൻ്റെ അവിടെ എന്ത് ചെയ്യുക, -2 എന്ന് എഴുതുക. ഇതാണ് ആ പോയിന്റ്, നമ്മൾ നേരത്തെ കണ്ട പിക്ചർ കണ്ടോ. ഇനി ഈ പോയിന്റുകൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒന്ന് പൗസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇത് എല്ലാ ചാപ്റ്റേഴ്സും കൂടെ പറഞ്ഞത് കൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡപ്പ് ആക്കി പോകുന്നത്. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഡി എന്നുള്ള പോയിന്റ് ആദ്യം കണ്ടുപിടിക്കുക. അതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും. ഡി നോക്കിയേ, എക്സ് എന്നുള്ള ലൈനിന്റെ നെഗറ്റീവ് വശം വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എപ്പോഴൊക്കെ നമ്മൾ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ തൊടുന്നു, ഈ ഡി എന്നുള്ള പോയിന്റ് എക്സ് ആക്സിസിൽ തൊട്ട് നിൽക്കുക, അപ്പോഴൊക്കെ വൈ പോയിന്റ് എന്തോന്നായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ പോയിന്റ്സ് എന്തോന്നായിരിക്കും, -4ഉം 0യും ആയിരിക്കും. അടുത്ത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ബി ജി. ആ ബി ജി എന്നുള്ളതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, എത്രയായിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ആ വൈന്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ മുകളിലത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ അറിയാം, റെഗുലർ ഹെക്സഗൺ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും എന്തോന്നായിരിക്കണം, ഹെക്സഗണിന്റെ എല്ലാ സൈഡും എന്തോന്നായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ള ഒരു എന്താണ് ഇത് വേണം. ഓക്കെ, ഇനി ആ ബി ജി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക, അവിടെ ഒരു കട്ട് ചെയ്ത് അവർ 90 ഡിഗ്രി കാണിക്കുന്നുണ്ട്. അതായത് നമ്മളതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്ന് എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബിയും
എയും തമ്മിലുള്ള പോയിന്റ് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് മനസ്സിലാവും, എത്രയാണെന്ന് മനസ്സിലാവും. അത് 4 ആയിരിക്കും അല്ലേ, എല്ലാ സൈഡും 4 എന്നുള്ള അളവിലായിരിക്കും. BA എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഹെക്സഗൺ ആണ്. ഓക്കെ, അപ്പോൾ 4 എന്നതായിരിക്കും. അതേപോലെ തന്നെ GA എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും, 2 ആയിരിക്കും. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എന്തോന്ന് കിട്ടും, അതിൻ്റെ ആ BG എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൈതഗോറസ് തിയറം അനുസരിച്ച് BAയുടെ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യുക, GA സ്ക്വയർ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പം BA എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ, 4 എത്രയാണ്, 16. 16ൽ നിന്ന് എന്ത് ചെയ്യുക, GA 2ന്റെ സ്ക്വയർ 4. 16ൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴത്തേനും എത്രയാ കിട്ടുക, 16ൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴത്തേന് 12 കിട്ടും. 12 എന്ന് പറയുന്നത് 4ഉം 3ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ 4ന്റെ റൂട്ട് നമുക്കറിയാം, അങ്ങനെ 2 പുറത്തെടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, √3 എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു. ആ രീതിയിലാണ് BG കിട്ടുന്നത്. ഓക്കെ, ഇനി റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് B ആൻഡ് E. ബിയും ഇയുടെയും കോർഡിനേറ്റ് ചെയ്താൽ മൂന്നാമത്തത്. നമുക്കിതിലുള്ള എല്ലാ പോയിന്റിന്റെയും കോർഡിനേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് എല്ലാം കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 4 എന്ന് കിട്ടിയത് കണക്ക് ബിയുടെ അത് എന്ത് ചെയ്ത്, ബിയുടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എന്തെന്ന് കണ്ടുപിടിച്ച് വെച്ചിരിക്കുവാണ്, 2√3 ആണ് അതിൻ്റെ ഏത് വാല്യൂ ആണ്, അത് എക്സ് വാല്യൂ ആണോ വൈ വാല്യൂ ആണോ, അതൊരു എക്സ് വാല്യൂ ആണോ വൈ വാല്യൂ ആണോ നമ്മൾ ഉറപ്പിക്കണം. ഓക്കെ, ആ ഹൈറ്റ് ആണ്, ഹൈറ്റ് എന്തോന്നാണ്, വൈ വാല്യൂ ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് വൈ വാല്യൂ ആണ്. അപ്പോൾ വൈ വാല്യൂ ആണെന്നുള്ളത് കിട്ടും. എക്സ് വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. എക്സ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എക്സിൻ്റെതാണ് ആദ്യം വരുന്നത്, 2ഉം പിന്നെ 2√3. അതായത് ഇതേപോലെ 2 പോയിന്റ് തരും. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, BGയുടെ ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം കോർഡിനേറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ BGയുടെ ലെങ്ത് കണ്ടുപിടിച്ചിട്ടല്ലാതെയും ഇതേപോലെ ഹെക്സാഗണൊക്കെ തന്നതിന് ശേഷം കോർഡിനേറ്റ് ഡയറക്റ്റ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, നമ്മളിവിടെ എന്ത് ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യണം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ആ ഹൈറ്റ് കണ്ടുപിടിച്ച് വേണം എഴുതാൻ വേണ്ടി. 2 കണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിലത്തെ ഹൈറ്റും 4 കണ്ടെന്ന് പറഞ്ഞിട്ട് അത് 2 ആയിരിക്കും എന്ന് എന്ത് ചെയ്യരുത്, ഗസ് അടിക്കരുത്. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് തന്നെ അത് ചെയ്തു വരിക, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യും, തെറ്റിപ്പോവും. ഓക്കെ, ഇവിടെ കോർഡിനേറ്റുകൾ ബിയുടേത് 2 പിന്നെ 2√3 ആണ്. താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, 2 നെഗറ്റീവ് ആകുമ്പോഴത്തേന് -2 -2√3. ഈ -2ൻ്റെയൊക്കെ കാര്യമൊക്കെ ഡൗട്ട് വരുവാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സൈഡിലായിട്ട് ഒന്ന് കോർഡിനേറ്റ് ഒക്കെ വരച്ച് നോക്കുക. ഏത് സൈഡിലാണ് ഫുള്ള് നെഗറ്റീവ് പറഞ്ഞത്, ഏതിലാണ് വൈ നെഗറ്റീവ് പറഞ്ഞത്, ഏതിലാണ് എക്സ് നെഗറ്റീവ് പറഞ്ഞത് എന്നൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ആൻസറിലേക്ക് വരിക. ഓക്കെ, നോക്കിയേ, ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു എ നമ്പർ, ഫൈൻഡ് ദ നമ്പർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ വരാം. ഓക്കെ, ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, 12 ആഡ് ചെയ്തു. അല്ല, സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു എ നമ്പർ. അല്ല, ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുന്നതിന് തുല്യമാണെങ്കിൽ ആ നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കുക. ഇത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, ആൾജിബ്രൈക് ഫോം അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്ത് ചെയ്യും, വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ഏതെങ്കിലും ഒരു നമ്പറാണ്, ആ നമ്പറിൻ്റെ സ്ക്വയർ എന്തെന്ന് എടുക്കുക, എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അത് എന്തിന് തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈക്വൽ ടു എക്സ് പ്ലസ് 12 എന്നുള്ള രീതി എടുക്കുക. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 12. നമുക്കറിയാം ഇതൊരു എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എക്സ് സ്ക്വയർ -x -12 എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഇതിലെന്ത് ചെയ്യുക, ആ 12 എന്ന് പറയുന്നത് 2 നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യുമ്പോഴാണ്, ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എപ്പോഴും ഓർത്തിക്കുക, ഒരു ആൾജിബ്രൈക് ഫോമിലെ ഏറ്റവും ലാസ്റ്റ് നമ്പർ, നമുക്കിത് 2 മെത്തേഡ് -b + or -√b² -4ac/2a എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ നമ്പറുകൾ നോക്കി തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോ. ലാസ്റ്റ് കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതോ 2 നമ്പറിൻ്റെ ഇൻറ്റു ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഏതെങ്കിലും നമ്പർ ഇൻറ്റു 6 × 2 വേണമെങ്കിൽ എന്ത് ചെയ്യാം, 12 ആവാം. 4 × 3 എന്ത് ചെയ്യാം, 12 ആവാം. ഓക്കെ, ഇനി 6 × 2 ആണെങ്കിൽ 6ഉം 2ഉം കൂടെ തമ്മിൽ എന്ത് ചെയ്യുന്നത്, കൂട്ടുമ്പോൾ അവിടുത്തെ -1, അതായത് x² -x എന്ന് വരുമ്പോൾ അവിടെ ഒരു -1 വരില്ലേ, ആ -1 കിട്ടണം. 6ഉം 2ഉം എങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യും, ഒരു 4 ഗ്യാപ്പ് കിടക്കണമുണ്ട്, അതുകൊണ്ട് കിട്ടില്ല. അപ്പം അടുത്തടുത്ത നമ്പർ ആണെന്ന് ഉറപ്പിക്കുക. അപ്പം 4ഉം 3ഉം ആണ്. മൈനസ് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിൽ വലിയ നമ്പർ മൈനസ് ആയിരിക്കും എന്ന് ഗസ് ചെയ്യുക. ഓക്കെ, പ്ലസ് ആണ് പറഞ്ഞെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും പ്ലസ്. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് മൈനസ് 4ഉം എക്സ് പ്ലസ് 3 എന്നും കിട്ടും. അപ്പോൾ എക്സ് 4 എന്നോ എക്സ് മൈനസ് 3 എന്നോ കിട്ടാം. ഓക്കെ, ഇനി അതെല്ലാം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ -b + or -√b² - 4ac എന്നുള്ള ആ മെത്തേഡ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓരോ നമ്പേഴ്സ് എടുത്ത് അപ്ലൈ ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്തുക കേട്ടോ. എക്സ് 12 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 12 അപ്പോൾ കുറച്ച് നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന നമ്പേഴ്സുകളുണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. 4ഉം 3 ഒക്കെ ആയിരിക്കും ആ നമ്പേഴ്സുകളിൽ പറഞ്ഞത് എന്നുള്ള രീതി. ഓക്കെ, മിക്ക ക്വസ്റ്റ്യനിൽ എടുത്താലും കാണാൻ പറ്റും 12 അതേപോലെയുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന നമ്പേഴ്സ്, അതൊക്കെ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഓർത്ത് വയ്ക്കുക ഓരോ നമ്പറും ഏതിൻ്റെയൊക്കെ ഇൻറ്റു ആണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ കാര്യം, കൺസിഡർ ദ പോളിനോമിയൽ. അടുത്തൊരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, x² - 5x + 6. ഇതേപോലത്തെ എക്സാമിന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാറുള്ളത്. അതിൽ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് മുമ്പേ സോൾവ് ചെയ്തില്ലേ, അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക എന്ന് ചോദിക്കുന്നതിന് പകരം എഴുതിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ള രീതി. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കണക്ക് -b + or -√b² - 4ac/2a യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് യൂസ് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കുക, 6 എന്തിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക, ലാസ്റ്റ് നമ്പർ എന്തിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 6 എന്നുള്ള നമ്പർ എന്തൊക്കെ മൾട്ടിപ്പിൾ ചെയ്താൽ 3ഉം 2ഉം തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടും അല്ലേ. അതേ നമ്പറുകൾ കൂട്ടുമ്പോൾ -5ഉം കിട്ടണം. ഇതിനനുസരിച്ച് ചിഹ്നങ്ങൾ മാറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 6 എന്നുള്ള നമ്പർ കിട്ടണം, 2ഉം 3ഉം തമ്മിൽ ഇൻറ്റു ചെയ്താൽ കിട്ടും. ഇനി 2ഉം 3ഉം തമ്മിൽ കൂട്ടുമ്പോൾ -5 കിട്ടണം. ഒന്ന് ആലോചിച്ചോക്കെ, മൈനസ് എന്നുള്ള ചിഹ്നം കിട്ടുകയും വേണം, 2ഉം കൂടെ കൂട്ടുകയും വേണം. അപ്പോൾ 2ന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 5 ആണ്, -2 -3 കൂടെ കൂട്ടിയാൽ -5 ആണ്. അത്രയേ ഉള്ളൂ, ആ മെത്തേഡ് അത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പം തന്നെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താ, x - 2ഉം x - 3ഉം ആണ് അവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ px = 0. px എന്ത് ചെയ്യുക, ഇതിനെന്ത് ചെയ്യുക, 0 എന്ന് കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻസ് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എഴുതിയില്ലേ x - 2 x - 3 ഈ സാധനങ്ങളുടെ ചിഹ്നം മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ -2 -3 ഇവ ചിഹ്നം മാറ്റുക. അതായത് ഇവിടെ മൈനസ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ പ്ലസ് ആക്കി എഴുതുക 2ഉം 3ഉം ആയിട്ട്. അതാണ് അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഇപ്പോൾ ഇത് രണ്ട് x + 2ഉം x + 3ഉം ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഉത്തരത്തിൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, -2 എന്നും -3 എന്നും എഴുതുക. അതായത് നമുക്ക് ആ കിട്ടുന്ന ബ്രാക്കറ്റിനുള്ളിൽ കിട്ടുന്ന സംഖ്യകളുടെ ചിഹ്നം ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് എഴുതുമ്പോഴത്തേനും നമുക്കത് സൊല്യൂഷൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇത്രയുള്ള കാര്യം. ഇനി 3, 5, 6, 7 and 9 ഓൺ ദ സെയിം ലൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. ഇതെങ്ങനെയായിരിക്കും കണ്ടത്, ഒന്ന് ഇത് സ്ലോപ്പ് കാണുക, സ്ലോപ്പ് കാണുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണുക. ഡിസ്റ്റൻസ് കണ്ട് അതെന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കാണുന്ന മെത്തേഡ് യൂസ് ചെയ്യാം, സ്ലോപ്പ് കാണുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ y കോർഡിനേറ്റുകൾ കുറച്ച് മുകളിൽ എഴുതുക, x കോർഡിനേറ്റുകൾ കുറച്ച് താഴെ എഴുതുക, അപ്പോൾ സ്ലോപ്പായി മാറി. ഓക്കെ, രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള സ്ലോപ്പും സെയിം ആണെങ്കിൽ അവ എന്താണ്, ഒരേ ലൈനിലുള്ളതാണെന്ന് പറയാം. ഓക്കെ, 3, 5ഉം 6, 7ഉം തമ്മിലുള്ള സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് അതിൽ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുറേ നേരം കൊണ്ട് പഠിക്കുന്നത്, നമ്മൾ y ആക്സിസിലെ നമ്പറിനെയാണ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അവ തമ്മിൽ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇനി സ്ലോപ്പ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം എടുക്കുന്ന രണ്ട് നമ്പറില്ലേ, അതിൽ ഏതോ ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മൂന്നാമത്തത് നമ്മൾ എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് 3, 5ഉം 6, 7ഉം ആണ്. വീണ്ടും എടുക്കുന്നത് 3, 5ഉം 9, 9ഉം ആണ്. സ്ലോപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട. എന്ത് ചെയ്യുക, അടുത്ത നമ്പർ ഇട്ടും കൂടെ ചെയ്യുക. നമുക്ക് അതിൽ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ തമ്മിൽ ഒരേ സ്ലോപ്പ് കിട്ടുവാണെങ്കിൽ അവ ഒരേ ലൈനിലുള്ളതാണ് എന്നുള്ള രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള രീതിയൊന്നും നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുക. ആദ്യത്തെ രണ്ട് നമ്പർ എടുക്കുക, രണ്ടാമത്തെ രണ്ട് നമ്പർ എടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അതിൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം y നമ്പേഴ്സുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, y കോർഡിനേറ്റുകൾ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത്. ഇപ്പോൾ തിരിച്ച് കുറച്ചിരുന്നാലും 3, 5ഉം 9, 9ഉം ആണ് ചെയ്യുന്നതെങ്കിലും 5ഉം 9ഉം കൂടെ കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 2 ആയിരിക്കും. പിന്നെ കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 6 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 3ഉം 9ഉം കൂടെ കുറയ്ക്കുമ്പോൾ 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് തെറ്റി എന്നുള്ള ഇതല്ല, എന്ത് ചെയ്യുക, ആ രണ്ട് കോർഡിനേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, വീണ്ടും രണ്ട് കോർഡിനേറ്റ് ചെയ്യാനുണ്ടല്ലോ, അതും കൂടെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അത് സെയിം ലൈൻ ആണോ എന്ന് നോക്കേണ്ടത്. ഒരേ സ്ലോപ്പാണ് കിട്ടുന്നതെങ്കിൽ അത് സെയിം, ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരേ സ്ലോപ്പാണ് കിട്ടുന്നതെങ്കിൽ അവ സെയിം ലൈനിലാണ് ഉള്ളത്. അതായത് അതിൽ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, നമുക്ക് വേറെ കിട്ടി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പ്രാവശ്യം ഒരു 3 നമ്പേഴ്സുകൾ തമ്മിലായിരിക്കും നമുക്ക് രണ്ട് പ്രാവശ്യം അല്ലായിരിക്കും 3 പ്രാവശ്യമായിരിക്കും ചെയ്യേണ്ട വരുന്നത്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ ഒരേ സ്ലോപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഉത്തരം അത് ഒരേ ലൈനിലുള്ളതാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ.
ഇനി ആ യൂസ് മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിസ്റ്റൻസ് കാണാനുള്ളത്, ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 2 പോയിന്റ് തന്നിട്ട് തമ്മിലുള്ള ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് മെത്തേഡും. ഇതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ആ നമ്പറുകളിൽ തമ്മിലുള്ള എക്സ് ആക്സിസ് തമ്മിൽ എന്ത് ചെയ്യുക, കുറയ്ക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. വൈ ആക്സിസ് തമ്മിൽ കുറയ്ക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് ടോട്ടൽ എന്ത് ചെയ്യുക, രണ്ടും കൂടെ കൂട്ടിയതിന് ശേഷം അതിന്റെ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇവിടെ 6ഉം 3ഉം കൂടെ തമ്മിൽ കുറയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് എക്സ് കോർഡിനേറ്റുകളാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. വൈ കോർഡിനേറ്റ് എഴുതിയാലും കുഴപ്പമില്ല, പ്ലസ് കിടക്കുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, 6ഉം 3ഉം തമ്മിൽ കുറച്ചു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തു. പിന്നെ എന്ത് ചെയ്യുക, 7ഉം 5ഉം തമ്മിൽ കുറച്ചു, അതിൻ്റെ സ്ക്വയർ എടുത്തു. രണ്ടിലും കിട്ടുന്ന ആൻസറുകൾ കൂട്ടി, പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു. ഡിയുടെ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നമുക്ക് എന്തിന് ആവശ്യമാണ്, 2 പോയിന്റുകൾ തമ്മിൽ എത്രയാണ് ഡിഫറൻസ് എന്നുള്ള, അല്ലെങ്കിൽ ലെങ്ത് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ സമയത്ത് നമ്മൾ ഇതേ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക, അപ്പം ഇതിൽ എന്ത് ചെയ്യുന്നത്, പൈതഗോറസ് തിയറം അനുസരിച്ച് √13ഉം √13ഉം കൂടെ എന്ത് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ D1ഉം അതേപോലെ D3 എന്നുള്ളത് 52 എന്ന് പറയുന്നത് D1ഉം D2ഉം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്താൻ പറ്റുന്നുണ്ട്. എന്നാൽ അത് സെയിം ലൈൻ ആയിരിക്കും. ഇനി നോക്കിയേ, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് 4n+1 ഇതേപോലെയുള്ള ഇക്വേഷൻ തന്നതിന് ശേഷം പിന്നെ ഇതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കും. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ എന്നിന്റെ ഫ്രണ്ടിൽ കിടക്കുന്നതാണ് കോമൺ ഡിഫറൻസ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, സീക്വൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എത്ര 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സീക്വൻസ് എന്നുള്ള പാഠഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. 4n+1 എന്നതിൽ ആ എന്നിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നിന് 1 കൊടുക്കുക, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 2 എന്നുള്ള നമ്പർ കൊടുക്കുക, തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് 3 എന്നുള്ള നമ്പർ കൊടുക്കുക. ആ നമ്പർ കൊടുത്ത് നമുക്ക് ഏത് എന്നിന് ഓരോ നമ്പർ മാറുന്നതിനനുസരിച്ച് നമുക്ക് ടേമുകൾ ഏതാണ് ആവശ്യം. ഇപ്പോൾ 15ാമത്തതാണെങ്കിൽ എന്നിന് 15 എന്ന് കൊടുത്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, റിമൈൻഡർ ഒബ്റ്റൈനിങ് ഫ്രം ദ ടേം സീക്വൻസസ് ഡിവൈഡഡ് ബൈ 4. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നു. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുന്നത് 1 ആണ്. ഇനി രണ്ടാമത്തെ ടേം കണ്ടുപിടിച്ച് നോക്കുക, 9. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 9ൽ 2 പ്രാവശ്യം പോകുന്നത് 8, റിമൈൻഡർ വീണ്ടും 1. ഇനി മൂന്നാമത്തെ ടൈം 13. ഓക്കെ, ഇതിൽ എത്ര എണ്ണം ചെയ്താലും എത്ര തന്നെയാണ് ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 1. അപ്പോൾ റിമൈൻഡർ എത്രയാണ് 1 ആണ്. ഇനി പ്രോബബിലിറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പ്രോബബിലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ബോക്സിൻ്റെ അകത്ത് കുറേ ഓറഞ്ച് ഒക്കെ ഇട്ടിട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഗ്രാഫ് തന്നതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രാഫ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡയഗ്രാം ഒക്കെ തരുമ്പോഴത്തേനും ഒരു ഡൗട്ട് അടിക്കും, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഏരിയ ആയിരിക്കും നോക്കേണ്ടത്. അതായത് ഇപ്പോൾ 5 എന്ന് പറയുന്നത് എന്താണ്, 5 രണ്ട് സൈഡും എന്തോന്നാണ് 5 5 ആയിരിക്കും പറഞ്ഞത്. 5 × 5 എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അത് ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇതൊരു സ്ക്വയർ ആണ് എന്നുള്ള രീതിയിലാണ് അവർ തന്നിട്ടുള്ളത്. അത് മുകളിലത്തെ ക്വസ്റ്റ്യൻ വായിച്ചാൽ കിട്ടും. ഓക്കെ, സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും, 5 × 5 25. ആദ്യം പ്രോബബിലിറ്റിയിൽ എപ്പോഴും ടോട്ടൽ കാണാൻ വേണ്ടി നോക്കുക. ഓക്കെ, 5 വെച്ചിട്ട് 3 ബോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 3 15 ആണ് ടോട്ടൽ ബോൾ എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിച്ച് വയ്ക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്ന ഒരു സൈഡാണ്, അതേപോലെ 5 4 സൈഡ് നമുക്ക് സ്ക്വയറിന് അറിയാലോ, 5 5 5 ആയിരിക്കും. അപ്പോൾ 2 സൈഡുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതായിരിക്കും അവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോട്ടൽ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി ആ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കുക. ഷെയ്ഡഡ് പോർഷത്തിന്റെ ലെങ്ത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, 5. ആ കണ്ടു തന്നെ അറിയാം, നമുക്ക് തന്നിട്ടുള്ള ആ 5 എന്നുള്ള ലെങ്ത് തന്നെയാണ് ആ 2 എന്നുള്ളതിന്റെ താഴെയുള്ള ലെങ്ത്. ഇനി 2 എന്നുള്ള സൈഡ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻറ്റു ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കുക. 5 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. 10 മുകളിൽ എഴുതുക, ടോട്ടൽ പറഞ്ഞ 25 താഴെ എഴുതുക. ഇതിലേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഒരു കുഞ്ഞൊരു ക്വസ്റ്റ്യൻ. അതായത് നമുക്കിപ്പം തന്നിട്ടുണ്ട് 5 × 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോൾ എത്രയാണ്, 15 ആണെന്ന് നമുക്കറിയാം. അതിലെന്ത് ചെയ്യുന്നു, 5 ബോളാണ് ഇപ്പോൾ കറക്കെന്ന് വെച്ചു. അപ്പം നമ്മൾ ആ 5 എന്നുള്ളത് മുകളിൽ എഴുതും, പിന്നെ 15 എന്നുള്ളത് താഴെ എഴുതും. അത് 5/15 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 5ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേന് 10, താഴെ 25, 10/25. ഇത് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതാണോ എന്ന് നോക്കുക, എത്ര കൊണ്ട് പോകുന്നതാണ്. അതായത് ഒരു നമുക്കറിയാം 5ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ പോകും, 2/5 ആയിരിക്കും ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ സെയിം പ്രോബബിലിറ്റിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് ഫ്രം 1 to 5 എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബോക്സിൽ ഇട്ടേക്കുന്നു.
അതായത് നമ്മളിനി അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റീസ് നോക്കുക. ഓക്കെ, ഇത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഉള്ളത് ബോൾ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എന്ത് ചെയ്യുക, വച്ചിരിക്കുക. ഓക്കെ, പ്രോബബിലിറ്റി ദാറ്റ് മൾട്ടിപ്പിൾ ഓഫ് 4, 4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നതിന്റെ പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് 4ന്റെ എത്ര, 1 മുതൽ 50 4ന്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് നോക്കുക. നമുക്ക് ടോട്ടൽ നമ്പർ എത്രയെന്ന് അറിയാം, 50 വരെയുള്ള നമ്പേഴ്സ് അല്ലെ. 1 മുതൽ 50 വരെയുള്ള സ്ലിപ്പ് എഴുതി ഇട്ട് കഴിഞ്ഞാൽ എത്ര പേപ്പർ അതിനകത്ത് കാണും, 50 പേപ്പർ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അത് നമുക്ക് അപ്പോൾ വീണ്ടും ഒരു ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ പറഞ്ഞില്ല. 50 എണ്ണം ഉള്ളതെന്നുള്ളത് അറിയാം. 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് എഴുതി ഒരു ബോക്സിൻ്റെ അകത്ത് ഇടുക. അപ്പോൾ എത്ര എണ്ണം കാണും, 50 എണ്ണം. അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ന്റെ 50 വരെയുള്ളതിൽ 4ന്റെ മൾട്ടിപ്പിൾ എത്ര എണ്ണം ഉള്ളത്, 1 4 4 2 4 8 എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ 48 ആണ് അല്ലേ. 48 വരെ 48 എന്ന് പറയുന്നത് 11. അപ്പോൾ എത്ര നമ്പർ, 12 ആണ്. ഓക്കെ, അപ്പോൾ എത്ര നമ്പർ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക, 12 എണ്ണം ഉണ്ടാവുക. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് 12 മുകളിൽ എഴുതുക, ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് 50 എന്നുള്ളത് താഴെ എഴുതുക. അത്രയേ ഉള്ളൂ, അതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ അല്ലേ. ഓക്കെ, ഇനി അത് തമ്മിൽ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുമോ നോക്കുക, കട്ട് ചെയ്ത് മാറ്റുക, അത്രയേ ഉള്ളൂ. 2ന്റെ പോകും. 12ന്റെ പകുതി 6 ആണ്, 50ന്റെ പകുതി 25. ഇതിന്റെ പകുതി ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് മാർക്ക് പോകാൻ വേണ്ടിയിട്ട് പോകണില്ല. അത് മൾട്ടിപ്പിൾ ടേബിളിൽ പോകുമോ നോക്കുക. ഇല്ല അത് ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യുക, ഒന്നും അറിയാത്ത ആളുകൾ അതുവരെങ്കിലും എത്തിക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും നോക്കുക, താഴെ എപ്പോഴും എഴുതുന്നത് ടോട്ടൽ നമ്പറാണ്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 50 സ്ലിപ്പായിരിക്കും ഉണ്ടായിരിക്കുക. 1 മുതൽ 50 വരെയുള്ള ഓരോ പേപ്പറിൽ എഴുതി ഇടുമ്പോൾ 50 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, 50 എണ്ണം എഴുതി അത് താഴെ എഴുതുക. ഇനി അത് 6ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 6ന്റെ എത്ര മൾട്ടിപ്പിൾ 50ന്റെ ഇടയ്ക്ക് വരിക നോക്കുക. 1 6 6 2 6 12 അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര എണ്ണം വരിക, 8 8 6 48. പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, പോവില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ 50 കഴിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, 8 എന്നുള്ളത് മുകളിൽ എഴുതുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ 8/50 എന്നുള്ള രീതി അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ 4/25 എന്ന് വരും. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് വരണം. അതായത് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ എഴുതുക, എന്നിട്ട് അതിൽ 4ന്റെയും കൂടെ ആയിട്ടുള്ളത് ഏതൊക്കെ നമ്പറാണെന്ന് നോക്കുക. ഏതൊക്കെ നമ്പറാണ്, 12 4ന്റെയും 6ന്റെയും ആണ്, 24 6ന്റെയും 4ന്റെയും ആണ്, 36 6ന്റെയും 4ന്റെയും ആണ്, 48 6ന്റെയും 4ന്റെയും. 4 നമ്പേഴ്സേ പറഞ്ഞുള്ളൂ. എല്ലാ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതുക കേട്ടോ. 6 എന്നുള്ള 6 12 18 അങ്ങനെ പറഞ്ഞിട്ട് എഴുതുക. 6ഉം 18 ഒന്നും 4ന്റെയിൽ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ നമ്പേഴ്സുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത്രയും 4 നമ്പേഴ്സാണ്, 4/50 എന്ന് വരും. അതിന് നമ്മൾ എന്ത് ചെയ്യും, സെയിം മെത്തേഡ് കട്ട് ചെയ്യുക. 2ന്റെ ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. 4 ഒരു ഈവൻ നമ്പറാണ്, 0ത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ 50 എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ എന്തൊക്കെയാണ്, 2 4 6 8 എന്നൊക്കെ ഉള്ള നമ്പറുകളിൽ അവസാനിക്കുന്നത്, 0യിലൊക്കെ അവസാനിക്കുന്നത് ഈവൻ നമ്പറാണ്. എന്നാൽ 2ന്റെ മൾട്ടിപ്പിളിൽ പോകും. അതിൻ്റെ പകുതി എടുത്താൽ മതി. 4ന്റെ പകുതി 2 ആണ്, 50യുടെ പകുതി 25 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ട്രിഗണോമെട്രിയിലെ കുറേ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതെല്ലാ പാഠത്തിൻ്റെയും ബേസും അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, അത്രയെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ പാഠഭാഗത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. മാത്സ് അത്ര പേടിക്കാനുള്ള വിഷയമല്ല. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുക, നമുക്കറിയാവുന്നുള്ളത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. a+n-1 എന്നുള്ള ഇക്വേഷൻ, SN കാണുന്ന ഇക്വേഷനൊക്കെ എന്ത് ചെയ്യുക, ആൻസറായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്ക് വരണുണ്ട്. ഓക്കെ, ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ജയിക്കാനുള്ള മാർക്കും, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സ്കോർ കയറാൻ വേണ്ടി B ഉള്ള ആൾക്ക് B+ കയറാനും, അതേപോലെ A എന്നുള്ളത് A+ലോട്ട് കയറാനും, ഉത്തരത്തിലേക്ക് എത്തിക്കുക മാത്രമല്ല ആ ഉത്തരത്തിലുള്ള മാർഗ്ഗങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് വരും. എന്ന് പറഞ്ഞ് പഠിക്കാതെ ഇരിക്കേണ്ട. 2 days ഇനി മാത്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം.